ആഖിറത്തിൽ കൂലി ലഭിക്കുക എന്ന് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ നിയ്യത്ത് ശരിയാണെങ്കിൽ ആ നിയ്യത്തുകൾക്ക് അടിസ്ഥാനമായിട്ട് നമുക്ക് നാളെ ആഖിറത്തിൽ കൂലി കിട്ടുള്ളൂ. ജനങ്ങളുടെ മുമ്പിൽ വലിയ പ്രശംസ എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് സക്കാത്ത് നൽകിയാൽ, സദഖ ചെയ്താല് അത് അള്ളാന്റെ അടുക്കൽ നിനക്ക് കൂലി ലഭിക്കൂല, ശിക്ഷ ലഭിക്കത്തുള്ളൂ. ഇനി മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഇബാദത്തുകാരനാണ്, നിസ്കാരക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്താലോ അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടൂല. ജനങ്ങളുടെ ഇടയിൽ തന്നെ നീ പ്രശംസ മേടിച്ചോ, ആഖിറത്തിൽ ചെല്ലുമ്പോൾ അവരുടെ കൂടെ നരകത്തിൽ പൊക്കോന്ന് പറയും. മനസ്സിലായോ? അള്ളാഹു കാക്കുമാറാകട്ടെ, നഊദു ബില്ലാ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം റിയാ എന്ന് പറയുന്ന വലിയ വിപത്തുകളെ. ചില ആളുകളുടെ നിയ്യത്താണ്, അതായത് എനിക്ക് ഈ റമദാൻ വരും, ഇനി എന്റെ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് കുറയ്ക്കാം, എന്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. നിയ്യത്ത് മാറിപ്പോയില്ലേ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വഅഹ്സിനൂ നിയ്യത്തിക്കും, നിങ്ങളുടെ നിയ്യത്തുകളെ നിങ്ങൾ നന്നാക്കുക, ശരിയാക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾ ശഅബാനിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ശഅബാനിൽ നിങ്ങൾ വിജയിച്ചവരാകും. ഇബാദത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങൾ ജാഗ്രതരാവുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ഇബാദത്തുകളിൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രമേ നാം ലക്ഷ്യം വെക്കാവുള്ളൂ. വേറെ എന്തെങ്കിലും ലക്ഷ്യം വെച്ചാൽ ആ ഇബാദത്തിൽ ലോകമാന്യത എന്ന മഹാവിപത്ത് കടന്നുകൂടുന്നതാണ്. അതുകൊണ്ട് തന്നെയല്ലേ ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, എന്റെ ഉമ്മത്തീങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയക്കുന്നത് അത് എന്തിനെയാണെന്നറിയുമോ സഹാബത്തേ? അത് ലോകമാന്യതയാണ്, അത് ചെറിയ ശിർക്കിനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ. സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എന്താണ് ചെറിയ ശിർക്ക്, എന്താണ് നബിയേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് സഹാബത്തിനോട് പറയുകയാ, സഹാബ അത് ലോകമാന്യതയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന വിഷയത്തിലാണെങ്കിലും നാം അവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെയല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫാസ്ലിഹൂ ബൈന അഖവൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു മനസ്സിലാക്കി തരുക. മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വതുൻ ഫാസ്ലിഹൂ ബൈന അഖവൈകും, നിശ്ചയമായ മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാ. ഫാസ്ലിഹൂ ബൈന അഖവൈകും, നിങ്ങളുടെ ഇടയിലുള്ള സഹോദരങ്ങളുണ്ടല്ലോ, പരസ്പരം പിണങ്ങിക്കഴിയുകയാണെങ്കിൽ അവരുടെ ഇടയിൽ ചെന്ന് നിങ്ങളുണ്ടല്ലോ, ആ സ്നേഹബന്ധം നിങ്ങൾ പുലർത്തണേ. ആ സ്നേഹബന്ധം നിങ്ങൾ പുലർത്തിയാൽ فاصلحوا بين أخويكم واتقوا الله لعلكم ترحمون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ, അല്ലാഹുവിനെ അതിലൂടെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്താൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങളുടെ മേലുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് പരസ്പരം പിണങ്ങിക്കഴിയുന്ന ആളുകളുടെ ഇടയിൽ നിങ്ങൾ ചെന്ന് അവിടെ ഒരു സ്നേഹബന്ധം പുലർത്തണം, അവരുടെ ഇടയിലുള്ള പിണക്കങ്ങൾ മാറ്റണം. ഫാസ്ലിഹു ബൈന അഖവൈകും, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.
അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കണം, ഒരു പാവപ്പെട്ട മനുഷ്യനെ നാം സഹായിക്കുന്ന വിഷയത്തിലാണെങ്കിലും ഇബാദത്തുകളുടെ വിഷയത്തിലാണെങ്കിലും ഒരിക്കലും നാം ഉണ്ടല്ലോ ലോകമാന്യത അവിടെ കൊണ്ടുവരരുത്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ പ്രശസ്തനാണ് ആകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒന്നും നമ്മൾ ചെയ്യരുത്. കാരണം അതിന് പ്രതിഫലത്തിന് പകരം ശിക്ഷയാണ് ലഭിക്കുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ പറയും, പരിശുദ്ധമായ റജബ് മാസം കടന്നു വരുന്നു, പരിശുദ്ധമായ ശഅബാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ പറയുന്ന ചില ആളുകളുണ്ട്. അതായത് റമദാൻ കടന്നു വരുമ്പോൾ പറയുന്ന ചില ആളുകളുണ്ട്, റമദാൻ മാസമായി ഇനി കടന്നു വരുന്നത്, ഇനി എന്റെ പ്രഷറും ഷുഗറും ഒക്കെ ഒന്ന് കുറയ്ക്കാം, ഇനി എനിക്ക് എന്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കാം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഇതിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു എന്റെ രോഗങ്ങളെ ശിഫയാക്കി തരും എന്ന് പറഞ്ഞ രസമുണ്ട്. പക്ഷേ അതിൽ ഈ വിഷയം നിയ്യത്ത് ശരിയാകും. പക്ഷേ ഇവിടെ ഈ ഒരു നിയ്യത്തെ നോമ്പ് പിടിക്കുന്നതിലൂടെ എന്റെ ഇനിയിപ്പം എല്ലാം അങ്ങോട്ട് മാറും, പ്രഷറും ഷുഗറും എല്ലാം അങ്ങോട്ട് കുറയും, വണ്ണവും കുറയ്ക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നോമ്പ് പിടിക്കുന്ന ആളുകളുണ്ട്. അത് നിയ്യത്ത് തെറ്റാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ശഅബാനിൽ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നഫ്സുകളെ നിങ്ങൾ ശുദ്ധിയാക്കുക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങളുടെ നിയ്യത്തുകളെയും വഹ്സിനു നിയ്യത്തിക്കും, നിങ്ങളുടെ നിയ്യത്തുകളെയും നിങ്ങൾ ശരിയാക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ പരിശുദ്ധമായ ശഅബാൻ മാസത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.